ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരാളുടെ മെമ്മറി ആക്സസ് ചെയ്തതാണ് എന്നുള്ളത്. അതെങ്ങനെയാണ് വേറൊരു വ്യക്തിയുടെ മെമ്മറി അല്ലെങ്കിൽ പണ്ട് ജീവിച്ചിരുന്ന ഒരാളുടെ മെമ്മറി നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി വേറൊരാൾക്ക് എങ്ങനെ കിട്ടും? ഈ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ബോധം എന്നൊരു തിയറിയുണ്ട്. അതിപ്പോൾ ഫിസിക്സുകാരും ഏതാണ്ട് അത് അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോധം ആണ് സർവ്വവും. അപ്പോൾ എല്ലാം സംഭവിക്കുന്നത് ബോധത്തിലാണ്. അപ്പോൾ നമ്മളുടെ മനസ്സും ബോധത്തിൻ്റെ ഒരു പ്രൊജക്ഷനാണ്. അപ്പോൾ നമ്മളുടെ മനസ്സ് ട്യൂണബിൾ ആണെങ്കിൽ നമുക്ക് വേറെ ഏതിലേക്ക് വേണമെങ്കിലും നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്യാം. നമ്മളുടെ മനസ്സ് അത്ര ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇപ്പോൾ സൈക്കിക്കായിട്ടുള്ള ആളുകൾ വേറൊരാളിനെ കാണുമ്പോൾ അയാളായിട്ട് മാറുകയാണ്. അപ്പം അങ്ങനെയാണ് അയാളുടെ മെമ്മറി ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ ആര്യയെ പറ്റി എന്തെങ്കിലും ഒരു വിവരം എനിക്ക് അറിയണമെന്ന് വിചാരിക്കും. അപ്പം ആര്യ വളരെ നാൾ ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും ഒരു സാധനം, ഒരു പേനയോ മൊബൈലോ എന്തെങ്കിലും സൈക്കിക്കിൻ്റെ കൊടുത്തിട്ട് ഈ പേനയുടെ ഉടമസ്ഥയെ പറ്റി എനിക്ക് ഒരു കാര്യം അറിയണം. അപ്പോൾ അയാൾ ആദ്യം ഈ പേന കുറേ നേരം കൈ വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ചിലപ്പോൾ ഈ ഉടമസ്ഥയുടെ പേര് ആര്യ എന്നാണോ എന്ന് വരെ ചോദിച്ചെന്ന് വരും. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആര്യയെപ്പറ്റി എന്താണ് അറിയേണ്ടത് അത് ഞാൻ ചോദിക്കുന്നു. അത് എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല. അത് അയാൾ കുറേ നേരം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ചിലപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞെന്നും വരാം. അപ്പോൾ ആ സമയത്ത് അയാളുടെ മൈൻഡ് ആര്യയുടെ മൈൻഡായിട്ട് മാറുകയാണ്. എന്നിട്ടാണ് അയാൾ പറയുന്നത്. ഈ മണിച്ചിത്രത്താഴിലെ നാഗവല്ലി പോലെ അല്ലേ? അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായി ബിഹേവ് ചെയ്യും. അതെ അതെ. അതായത് നമ്മളുടെ മനസ്സിൻ്റെ വൈബ്രേഷൻസ് മാറി അവിടെ വേറൊരു വ്യക്തിയുടെ വൈബ്രേഷൻസ് തെളിയുകയാണ്. ഇങ്ങനെ ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് അവര് ജനിച്ചു വന്ന സാഹചര്യം, അവരുടെ പശ്ചാത്തലം ഒക്കെ സ്വാധീനിക്കില്ലേ? തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണെന്നൊന്ന് പറയും. അതായത് എന്നെ കാണാനായിട്ട് അപൂർവമായിട്ട് ഈ സൈക്കിക്സ് വരും. അപ്പം എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒന്ന് ഈ സൈക്കിക്സുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്. അവരുടെ കുട്ടിക്കാലം തൊട്ടുള്ള അനുഭവങ്ങൾ ചോദിക്കും. മിക്കവാറും കൂടുതൽ ശതമാനം സൈക്കിക്സിനും ഒരു ആർട്ടിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് കാണും. അവരുടെ അച്ഛൻ വയലിനിസ്റ്റ് ആയിരിക്കും, അവരുടെ ഗ്രാൻഡ് ഫാദർ ഭാഗവതരായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കലയുമായിട്ടൊക്കെ ബന്ധം കാണും അവർ. പിന്നെ കുട്ടിക്കാലം തൊട്ടേ അവരുടെ എക്സ്പീരിയൻസ് തീരെ കുട്ടിയായിരിക്കുമ്പോൾ അവർ സ്പിരിറ്റ്സിനെ കാണാൻ തുടങ്ങും. ഇത് ബാക്കിയുള്ളവരോട് പറയുമ്പോൾ അവർ പറയും ഇങ്ങനെയൊന്നും ഇല്ല, എൻ്റെ തോന്നലാണ്. പക്ഷെ ഇവർ യഥാർത്ഥത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പിരിറ്റ്സ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതൊക്കെ ടൈം സ്ലിപ്പായിരിക്കാം, വേറെ പലതും ആയിരിക്കാം. പിന്നെ അവരുടെ വൈകാരികമായിട്ടുള്ള വിക്ഷോഭങ്ങൾ ആ സമയത്താണ് ഇത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ചിലർക്ക് ഒരു പ്രായം എത്തുമ്പോൾ ഇതങ്ങ് നിൽക്കും, ചിലരിത് സപ്രസ് ചെയ്യും. ചിലർക്ക് ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ മെഡിറ്റേഷൻ തുടങ്ങിയ അഭ്യാസങ്ങൾ സ്വാഭാവികമായിട്ട് വരും. അവരുടെ മെഡിറ്റേഷൻ എന്നുള്ള പേര് പോലും കേട്ടിരിക്കണമെന്നില്ല. അവരിങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർ തന്നെത്താനെ മറന്ന് ഇങ്ങനെ ഇരിക്കും. ചിലർക്ക് ആദ്യം ഈ ഈസ്തറ്റിക് ട്രാൻസ്, ഭാവസമാധി ആയിരിക്കും ആദ്യം വരുന്നത്. പിന്നെ അത് നിർവികൽപ്പ ലെവലിലേക്ക് പോകുമ്പോൾ ശരിക്കുള്ള ഒരു സെൽഫ്ലെസ് സ്റ്റേറ്റ് അവർക്ക് ഉണ്ടായെന്ന് വരും. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇതുവരെ നടക്കുന്ന സംഭവങ്ങളോ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞാൻ കഴിഞ്ഞെന്ന് വരും. അപ്പോൾ ഇതുകൊണ്ട് ഇവർക്ക് പല പ്രശ്നങ്ങളുണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ ഫിലോസഫിക്കൽ കോൺഫ്ലിക്ട്സ്. ഞാനൊരു പാവയാണോ, ഈ നടക്കാൻ പോകുന്നതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരും. അപ്പോഴാണ് എന്നെ കാണാൻ വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് കാണിക്കുന്ന വ്യക്തികളെ പൊതുവെ നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെയും ഈ ബാധ ഒഴിപ്പിക്കൽ, പ്രേതബാധ ഒഴിപ്പിക്കൽ, മന്ത്രവാദം അങ്ങനെ കുറച്ച് ക്രിയകൾക്ക് വിധേയമാക്കുമല്ലോ. ആക്ച്വലി അതൊരു ബ്ലാക്ക് സ്പോട്ട് അല്ലേ? അല്ല, ഈ പല പ്രശ്നങ്ങളുമായിട്ട് വരുന്നവർക്ക് അവർക്ക് വളരെ ശക്തമായ മതപരമായ വിശ്വാസങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിൽ പോയാൽ പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ എന്നെ കാണാൻ തന്നെ ചിലർ വരുമ്പോൾ അവർക്ക് മന്ത്രവാദത്തിൽ കടുത്ത വിശ്വാസമുള്ളവരാണെങ്കിൽ
ഞാൻ വെറുതെ സമയം കളയുന്നതിന് വരെ എൻ്റെ ഫ്രണ്ട് മന്ത്രവാദികളുണ്ട്, അവർക്ക് റെഫർ ചെയ്യും. അവർ ഒരു ഹോമം ചെയ്യുമ്പോൾ ഇവരുടെ പ്രശ്നം അങ്ങ് മാറും. അത് ഇതെല്ലാം താൽക്കാലികമായിരിക്കും, വിശ്വാസമാണ്. വിശ്വാസമാണ്. അപ്പോൾ ചിലപ്പോൾ ക്രിസ്ത്യാനികളാണ്, അവർക്ക് ഏതെങ്കിലും അച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ പ്രശ്നം മാറും, അങ്ങനെ പ്രാർത്ഥിച്ച് പ്രശ്നം മാറ്റുന്ന അച്ഛന്മാർ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അവർക്ക് റെഫർ ചെയ്യും. അപ്പോൾ അവരവരുടെ വിശ്വാസം കൊണ്ട് ആശ്വാസം ഉണ്ടാകും. അത് താൽക്കാലികമാണെങ്കിൽ പോലും പെട്ടെന്ന് അതിനൊരു എഫക്റ്റ് ഉണ്ട്. നമ്മുടെ ഈ സൈക്കിക് സെൻസിബിലിറ്റി നമ്മൾ ഏത് വഴിയിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസും അല്ലേ. നമ്മൾ ഇത്രയും നേരം നമ്മൾ നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്ന് സാറ് പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ പൊതുവെ അത്തരത്തിൽ സ്പിരിറ്റ്, പ്രേതം, ആ ഒരു വിഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് എക്സ്പീരിയൻസും ഉണ്ടല്ലോ. അതായത് ചില ആളുകൾ ദൈവത്തെ കണ്ടു, ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്തു എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരും ഇല്ലേ. ഇവർ രണ്ടുപേരും ആക്ച്വലി ഈ സൈക്കിക് സെൻസിബിലിറ്റി ഉള്ള ആളുകളായിരിക്കും. രണ്ട് തരത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണോ? ഈ സ്പിരിറ്റ്, പ്രേതം എന്നുള്ളത് എപ്പോഴും നെഗറ്റീവ് അല്ല. അത് ഈ സൈക്കിക്സിനെ സംബന്ധിച്ച് അവരെ നെഗറ്റീവായിട്ട് കാണുന്നില്ല. പിന്നെ ഈ ദൈവത്തെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ അത് നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിഭിന്നമായിട്ടുള്ള എന്തോ കണ്ടു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അത് നമ്മളുടെ പ്രൊജക്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഒരാൾക്ക് കൃഷ്ണൻ എന്നുള്ള ഒരു ദൈവത്തിൽ വിശ്വാസമുണ്ട്. അപ്പോൾ അയാളിങ്ങനെ നിരന്തരം കൃഷ്ണനെ പ്രത്യക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല കർമ്മങ്ങൾ ചെയ്യുന്നു. ആ പ്രതീക്ഷയിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അയാളുടെ മുമ്പിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ അയാളുടെ വിശ്വാസം അനുസരിച്ച്, അപ്പോൾ അയാളിപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്നുള്ള രൂപത്തിലാണ് കൃഷ്ണനെ പൂജിക്കുന്നതെങ്കിൽ ഉണ്ണികൃഷ്ണനായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. അല്ല, ഓടക്കുഴൽ വായിക്കുന്ന രൂപത്തിലാണ് ഇയാൾ സങ്കല്പിക്കുന്നതെങ്കിൽ ആ രൂപത്തിലായിരിക്കും കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അത് നമ്മളുടെ മനസ്സിലുള്ള രൂപത്തിൻ്റെ ഒരു എക്സ്റ്റേണലൈസേഷനാണ്. അപ്പോൾ അത് നമ്മൾ ആളുടെ മനസ്സിൽ വേറൊരു മനുഷ്യനെ കാണുന്നത് പോലെ ലൈവായിട്ട് ആണ് കാണുന്നത്. ഇങ്ങനെയുള്ളവർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തിയത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര ഒരു സാക്ഷാത്കാരമാണ്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് ഭയങ്കര, ഇനിയിപ്പോൾ ജീവിതത്തിൽ വേറൊന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല, എൻ്റെ ഇഷ്ട ദൈവം എൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ വേറെ വ്യക്തിയെ കാണുന്ന അത്ര ക്ലാരിറ്റിയോടുകൂടെയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമുക്കിത് വേണമെങ്കിൽ ഹാലൂസിനേഷൻ, മറിച്ചതെന്നൊക്കെ ലേബൽ കൊടുക്കുക. പക്ഷെ ഇത് അവരിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഒരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത്. അപ്പോൾ അവർക്ക് ഒരു ജീവിത സാഫല്യം കിട്ടി എന്ന് ഉള്ളത് കൊണ്ട് അവർക്കതുകൊണ്ട് ഒരു കൂടുതൽ സ്റ്റെബിലിറ്റിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് വെറുതെ ഒരു ലേബലിൽ ഒതുക്കി തള്ളിക്കളയേണ്ട കാര്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.